പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇന്ന് വേറെ കറിയോ പാചകമോ വേറെ ഒന്നുമില്ല. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ മസാല ചായയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പം പനി, ചുമ, ജലദോഷം എല്ലാത്തിനും നല്ലതാണ്. അല്ലാതെ ഇത് വെറുതെയും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലിട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത പാലാണ്. പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും മസാല ഇതെല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട്, 3 ഏലക്ക ചതച്ചത്, 3 ഗ്രാമ്പു, ഇത്രയും പട്ട, ഇതെല്ലാം കൂടെ ഇതിലിട്ടിട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളക്കട്ടെ. അപ്പം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഊറി കിട്ടണം. അതിനുശേഷം നമുക്ക് തേയിലപ്പൊടി, ഇനി തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ തേയിലയാണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെതാണ് റിപ്പിൾ ടീയില്ലേ, തേയിലയാണ് ഏറ്റവും നല്ലത് ചായക്ക്. മായവും മന്ത്രവും ഒന്നുമില്ല അതിൽ. ഞാൻ ഇതാണ് സ്ഥിരം വാങ്ങാറുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേയിലയൊക്കെ നല്ലോണം ഊറി കിട്ടിയിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് അരിച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ചായക്ക് നല്ല ടേസ്റ്റ് ഉള്ളത്. നമ്മൾ ഹോട്ടലിലൊക്കെ അടിച്ചെടുക്കില്ലേ, അതേപോലെ. ഇനി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട്.